പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2. പ്രധാന വാർത്തകൾ. ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ ഷംസിലുണ്ടായ വാഹനാപകടത്തിൽ 3 സ്വദേശികൾ മരണപ്പെട്ടു. ശനിയാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഉടൻ ഇയാളെ ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. കാർ താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. പോലീസ് അധികൃതർ അപകടസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഒമാനിൽ ബലിപെരുന്നാൾ ജൂൺ 16 അയക്കുമെന്ന് ജ്യോതിശാസ്ത്ര വിദഗ്ധർ. സൗദി അറേബ്യയിൽ അറഫ ദിനം ജൂൺ 15-നും ബലിപെരുന്നാൾ ജൂൺ 16-നും അയക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുപ്രകാരം ഒമാനിൽ ബലിപെരുന്നാൾ പൊതു അവധി ദിനങ്ങൾ ജൂൺ 16 ഞായറാഴ്ച മുതൽ 20 വ്യാഴാഴ്ച വരെയാകാനും സാധ്യതയുണ്ട്. വാരാന്ത്യ അവധി കൂടി കഴിഞ്ഞ് ജൂൺ 23-നായിരിക്കും പ്രവൃത്തി ദിനം പുനരാരംഭിക്കുകയെന്നും ഒമാൻ ഒബ്സർവർ റിപ്പോർട്ട് ചെയ്തു. ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 2040 ഡിജിറ്റൽ AI ട്രാൻസ്ഫോർമേഷൻ ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മൈക്രോസോഫ്റ്റ് AI ടെക്നോളജീസുമായി ചേർന്ന് മെർപ്പ് സിസ്റ്റംസ് സർക്കാർ കമ്പനിയായ ഒമാൻ ടെല്ലുമായി കരാറിലേർപ്പെട്ടു. ഒമാനിലെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും വിപ്ലവകരമായ രീതിയിൽ മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് അത്യാധുനിക AI സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തി ഈ മേഖല പരിഷ്കരിക്കുന്നത്. ഇൻഫോ പാർക്ക് ചേർത്തല ക്യാമ്പസിലാണ് മെർപ്പ് സിസ്റ്റംസിൻ്റെ ആസ്ഥാനം. പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കൽ, ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തൽ, നൂതന ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കൽ മുതലായവയാണ് ഈ കരാറിലൂടെ ഒമാനും മെർപ്പും ലക്ഷ്യമിടുന്നത്. ഒമാൻ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കും. പേപ്പർ രേഖകൾ, ഡിജിറ്റൽ രേഖകൾ എന്നിവ ഓർഗനൈസ്ഡ് ഡാറ്റ രൂപത്തിലേക്ക് മാറ്റും. ഇതിലൂടെ ബിസിനസ് ആവശ്യങ്ങൾ ഏറെ ലളിതമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദാഖിലിയ ഗവർണറേറ്റിൽ കടകളിലും ഇന്ധന കേന്ദ്രങ്ങളിലും മോഷണം നടത്തിയ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അറബ് രാജ്യക്കാരായ 2 പ്രവാസികളാണ് പിടിയിലായത്. വിവിധ സ്ഥലങ്ങളിലായി 19 മോഷണങ്ങളാണ് പ്രതികൾ നടത്തിയത്. ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ അറസ്റ്റിലാവുകയായിരുന്നു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ ആദം വിലായത്തിൽ എതിർദിശയിൽ വാഹനമോടിച്ച പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെറ്റായ ദിശയിൽ വാഹനമോടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ മാസം സുഹാറിന് സമീപം ലിവ റൗണ്ട് എബൌട്ടിൽ എതിർദിശയിൽ വാഹനമോടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മലയാളി ഉൾപ്പെടെ 3 പേർ മരണപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇബ്രി മലയാളി അസോസിയേഷൻ കൂട്ടായ്മയുടെ ആദ്യ ജനറൽ ബോഡിയും ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ 10ാം തരത്തിലും +2-നും ഉന്നത വിജയം നേടിയ മലയാളി വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. ഇബ്രി വിമൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ജമാൽ ഹസൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഡോക്ടർ ഉഷാറാണി മുഖ്യപ്രഭാഷണം നടത്തി. ഇബ്രയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി ഒമാനിലെ ഇന്ത്യൻ എംബസി വ്യാഴാഴ്ച നടത്തിയ ഓപ്പൺ ഫോറത്തിൽ വെച്ച് ഇന്ത്യൻ സ്കൂൾ ഇബ്രയിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗിന് സമർപ്പിച്ചു. സ്കൂളിൽ യോഗ്യതയുള്ള അധ്യാപകരുടെ കുറവ്, സ്കൂൾ വാർഷികദിന നടത്തിപ്പ് സംബന്ധിച്ച പരാതി, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാതി തുടങ്ങി രക്ഷിതാക്കളുടെ വിവിധ ആശങ്കകൾ അടങ്ങിയ നിവേദനമാണ് അംബാസഡറിന് കൈമാറിയത്. രക്ഷിതാക്കളുടെ പരാതികൾ അനുഭവപൂർവ്വം കേട്ട അംബാസഡർ പരാതികളിന്മേൽ നടപടി സ്വീകരിക്കാമെന്നുള്ള ഉറപ്പും നൽകി. ദേശീയ സ്ഥിതിവിവര കേന്ദ്രം ഉപഭോക്തൃ ആത്മവിശ്വാസ സർവേയുടെ 42ാം ഘട്ടം ഇന്ന് ആരംഭിക്കും. രാഷ്ട്ര സമ്പദ്ഘടനയുടെ പ്രധാന അളവുകോലായ ഉപഭോക്തൃ വികാര സൂചിക കണക്കാക്കുന്നതിനാണ് സർവേ. സുൽത്താനേറ്റിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പൗരന്മാർക്കിടയിലെ സംതൃപ്തിയുടെ തോത് കണക്കാക്കാൻ മൊബൈൽ ഫോൺ വഴിയാണ് സർവേ സംഘടിപ്പിക്കുക. നാണ്യപ്പെരുപ്പം, വിലവിവരങ്ങൾ, നിക്ഷേപാന്തരീക്ഷം, സാമ്പത്തിക നയങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ പ്രതിഫലിക്കുന്നതാണ് സമ്പദ്ഘടന. ഒരു വർഷത്തെ സാമ്പത്തിക പുരോഗതിയെ സംബന്ധിച്ച പൊതുജനങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും അളക്കും.
കേരളത്തിലെ പ്രശസ്തരായ ഇംപീരിയൽ കിച്ചൻ്റെ ഒമാൻ അൽ ഖുവൈറിലുള്ള ശാഖയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് നിർവഹിച്ചു. സവാവി മസ്ജിദിന് സമീപമുള്ള അൽ ഖുവൈറിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പുതിയ ശാഖ സ്ഥിതി ചെയ്യുന്നത്. 145 സീറ്റുകളുള്ള റെസ്റ്റോറൻറ്റിന് 30 കാർ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. തിരുവനന്തപുരത്ത് ഇതിനകം വിജയകരമായി പ്രവർത്തിക്കുന്ന 2 ശാഖകളോടൊപ്പം ഇംപീരിയൽ കിച്ചൻ്റെ ആദ്യ അന്താരാഷ്ട്ര ശാഖ കൂടിയാണ് അൽ ഖുവൈറിലേത്. ഇന്ത്യൻ, ചൈനീസ്, മറ്റ് ആഗോള വിഭവങ്ങളടങ്ങിയ വിശാലമായ മെനുവാണ് ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ സമ്പന്നമായ പാചക പാരമ്പര്യത്തെ അന്താരാഷ്ട്ര തലത്തിലെത്തിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമാണ് അൽ ഖുവൈറിലെ ശാഖയെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു. ഇബ്രയിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഫോറത്തിൽ വെച്ച് ഇൻകാസ് ഇബ്ര വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗിന് സമർപ്പിച്ചു. പാസ്പോർട്ട് പുതുക്കൽ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഷർക്കിയ പ്രവിശ്യയുടെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് മസ്കത്ത് വരെ വരേണ്ട സാഹചര്യം ഒഴിവാക്കാൻ ഇബ്രയിൽ ഒരു പാസ്പോർട്ട് റിന്യൂവൽ കേന്ദ്രം അനുവദിക്കണമെന്നും ഒമാനിൽ മരണപ്പെടുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ഭൗതിക ശരീരം നിയമ നടപടികൾ വേഗം പൂർത്തിയാക്കി എംബസിയുടെ ചെലവിൽ നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യമൊരുക്കണമെന്നും സ്കൂൾ അവധിക്കാലത്തെ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാനക്കൂലിയിലുള്ള അനിയന്ത്രിതമായ വർധനവിൽ ഇടപെടണമെന്നും ഇബ്ര ഇന്ത്യൻ സ്കൂളിലെ അധ്യാപകരുടെ കുറവടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. ഇൻകാസ് ഇബ്രയുടെ സ്നേഹോപഹാരം പ്രസിഡന്റ് അലി കോമത്ത് ഇന്ത്യൻ അംബാസിഡർക്ക് സമർപ്പിച്ചു. സയൻസ് ഇന്ത്യ ഫോറം ഒമാൻ വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ വാർഷികം സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് മുഖ്യാതിഥിയും സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ പ്രൊഫസർ ഖലീഫ അൽ ജാബ്രി വിശിഷ്ടാതിഥിയുമായിരുന്നു. 16 വിദ്യാർത്ഥികൾക്ക് 2023-24 ശാസ്ത്ര പ്രതിഭാ പട്ടം നൽകി. ഒമാനിലുടനീളം 1000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത 2 തലത്തിലുള്ള ഓൺലൈൻ ടാലൻറ്റ് സെർച്ചിലൂടെയാണ് ഈ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത്. സയൻസ് ഇന്ത്യ ഫോറം തുടർച്ചയായി നടത്തുന്ന പരിപാടികളെ ഇന്ത്യൻ സ്ഥാനാപതി പ്രശംസിച്ചു. പതിറ്റാണ്ടുകളുടെ ബന്ധങ്ങൾ ഇന്ത്യയും ഒമാനും തമ്മിലുണ്ടെന്നും അത് തുടർന്ന് ശാസ്ത്രമേഖലയിലും സംയുക്തമായി നേടണമെന്നും പ്രൊഫസർ ഖലീഫ അൽ ജാബ്രി അഭിപ്രായപ്പെട്ടു. മസ്കത്ത് കോഴിക്കോട് സെക്ടറിൽ ഒമാൻ എയർ പ്രഖ്യാപിച്ച അധിക സർവീസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. വിവിധ അന്താരാഷ്ട്ര സെക്ടറുകളിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കുമെന്ന് ദേശീയ വിമാന കമ്പനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 3 മുതൽ കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ 11 സർവീസുകൾ വീതം നടത്തും. ഇന്ത്യൻ സെക്ടറുകളിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് അധിക സർവീസുകൾ ഉള്ളത്. മസ്കത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് ജൂൺ 3 മുതൽ പ്രതിവാരം 11 സർവീസുകൾ നടത്തും. നിലവിൽ ആഴ്ചയിൽ 7 സർവീസുകളാണുള്ളത്. മസ്കത്ത് കോഴിക്കോട് റൂട്ടിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഓരോ സർവീസും, ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ 2 സർവീസുകൾ വീതവും നടത്തും. വരുന്ന വേനൽ അവധിക്കാലത്തും ബലിപെരുന്നാളിനും നാടണയാനിരിക്കുന്ന മലബാർ മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും. തുടർച്ചയായി സർവീസുകൾ റദ്ദാക്കപ്പെടുകയും യാത്രക്കാരെ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന ജീവൻ രക്ഷിക്കാനും പകരം മറ്റു വിമാനങ്ങളെ ആശ്രയിക്കുകയാണ് പ്രവാസികൾ. ഈ ഘട്ടത്തിൽ ആരംഭിക്കുന്ന അധിക സർവീസുകൾ യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകും. എല്ലാ 3 മാസം കൂടുമ്പോഴും രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അമൂല്യമായ സേവനം രക്തദാനമാണെന്നും എല്ലാവരും രക്തദാനത്തിന് തയ്യാറാവണമെന്നും പ്രതീക്ഷ ഒമാൻ പ്രസിഡന്റ് ശശികുമാർ പറഞ്ഞു. നിരവധി പേർ പങ്കെടുത്ത രക്തദാന ക്യാമ്പ് ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിച്ച കൺവീനർ സുബിനെയും എക്സിക്യൂട്ടീവ് അംഗം പോൾ ഫിലിപ്പിനെയും പ്രത്യേകം അനുമോദിച്ചു. അൽ ഖുവൈറിൽ താമസക്കാരനായ എറണാകുളം പള്ളുരുത്തി സ്വദേശിയായ സജീവൻ പി സദാനന്ദനെ 2 ദിവസമായി കാണുവാനില്ലെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിച്ചു. ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ കാറിലുണ്ടായിരുന്നു. കാറിൻ്റെ ചാവി വീട്ടിൽ കൊടുത്ത് സുഹാറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ ആരുടെ കൂടെയാണ് സുഹാറിലേക്ക് പോയത് എന്ന് പറഞ്ഞിരുന്നില്ല. സജീവൻ്റെ ഫോണിലേക്ക് അവസാനമായി വന്നത് 30 മെയ് 2024 വൈകിട്ട് 5:03 ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിച്ചതിൻ്റെ സന്ദേശമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.